സ്നേഹമുള്ളവരെ, 1 സാമുവൽ 2-ാം അധ്യായത്തിന്റെ ഏലിയുടെ പുത്രന്മാർ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 46. ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം: ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 47. എന്ത് നിയമമാണ് ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്നത്? ഉത്തരം: ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 48. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പാത്രത്തിൽ എന്തുകൊണ്ട് കുത്തിയാണ് അതിൽ കിട്ടുന്നത് മുഴുവൻ എടുത്തിരുന്നത്? ഉത്തരം: മുപ്പല്ലി കൊണ്ട് കുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 49. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ എടുത്തിരുന്നത് ആരാണ്? ഉത്തരം: പുരോഹിതന്റെ ഭൃത്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. എവിടെ നിന്ന് വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് ചെയ്തത്? ഉത്തരം: ഷീലോയിൽ നിന്ന് വന്ന. ക്വസ്റ്റ്യൻ നമ്പർ 51. പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കില്ല. ഇത് ആരോട് പറയുന്നതാണ്? ഉത്തരം: പുരോഹിതന്റെ ഭൃത്യൻ ഇസ്രായേൽ ജനങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 52. എന്തല്ലാതെ അദ്ദേഹം സ്വീകരിക്കില്ല എന്നാണ് പുരോഹിതന്റെ ഭൃത്യൻ പറയുന്നത്? ഉത്തരം: പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 53. എന്ത് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണ് പുരോഹിതന്റെ ഭൃത്യൻ ജനങ്ങളോട് വന്ന് ചോദിക്കുന്നത്? ഉത്തരം: മേധസ്. ക്വസ്റ്റ്യൻ നമ്പർ 54. ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് ബലി അർപ്പിക്കുന്നവർ തടസ്സം പറഞ്ഞാൽ പുരോഹിതന്റെ മറുപടി എന്താണ്? ഉത്തരം: പോരാ, ഇപ്പോൾ തന്നെ വേണം, ഇല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 55. ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? ഉത്തരം: ഏലിയുടെ പുത്രന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഏലിയുടെ പുത്രന്മാരുടെ പാപം ആരുടെ സന്നിധിയിലാണ് ഗുരുതരമായി തീർന്നത്? ഉത്തരം: ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഏലിയുടെ പുത്രന്മാർ എന്തിനെയാണ് അശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നത്? ഉത്തരം: കർത്താവിനുള്ള അർച്ചനയെ. ക്വസ്റ്റ്യൻ നമ്പർ 58. ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തത്? ഉത്തരം: കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഏത് തരമുള്ള വിശേഷ വസ്ത്രം അണിഞ്ഞാണ് സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തത്? ഉത്തരം: ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. ക്വസ്റ്റ്യൻ നമ്പർ 60. സാമുവലിന് അമ്മ എങ്ങനെയുള്ള ഉടുപ്പാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്? ഉത്തരം: ചെറിയ ഉടുപ്പുണ്ടാക്കി കൊടുത്തിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 61. എന്തിനാണ് ഭർത്താവിനൊപ്പം വർഷം തോറും ഹന്ന പോകാറുണ്ടായിരുന്നത്? ഉത്തരം: ബലി അർപ്പിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 62. എന്തുണ്ടാവട്ടെ എന്നാണ് ഏലി സാമുവലിന്റെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ചത്? ഉത്തരം: കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് വേറെ സന്താനങ്ങൾ ദൈവം നൽകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 63. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് പുരോഹിതനായ ഏലി ആരെയാണ് അനുഗ്രഹിച്ചത്? ഉത്തരം: എൽക്കാനയെയും ഭാര്യയെയും. ക്വസ്റ്റ്യൻ നമ്പർ 64. സാമുവലിന് ശേഷം ഹന്ന എത്ര മക്കളെ പ്രസവിച്ചു? ഉത്തരം: 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 65. വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാർ ആരോട് ചെയ്തിരുന്ന ദുഷ്കൃത്യങ്ങളെ കുറിച്ചാണ് ഏലി കേട്ടത്? ഉത്തരം: ഇസ്രായേൽ ജനത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 66. ഏലിയുടെ പുത്രന്മാർ എവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്താണ് കഴിഞ്ഞിരുന്ന കാര്യമാണ് ഏലി അറിഞ്ഞത്? ഉത്തരം: സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67.
പുത്രന്മാരുടെ എന്തിനെ പറ്റിയാണ് ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്ന് ഏലി പറഞ്ഞത്? ഉത്തരം ദുഷ്കൃത്യങ്ങളെ പറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 68. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ആര്? ഉത്തരം ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 69. ആരോട് പാപം ചെയ്താൽ ആർ മാധ്യസ്ഥം വഹിക്കും? കർത്താവിനോട് പാപം ചെയ്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. അവർ അവന്റെ വാക്കുകൾ കേട്ടില്ല. ആരുടെ? ഉത്തരം ഏലിയുടെ പുത്രന്മാർ പിതാവിന്റെ വാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 71. ഏലിയുടെ പുത്രന്മാർ അവന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ കാരണമെന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 71. ഏലിയുടെ പുത്രന്മാർ അവന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ കാരണമെന്ത്? ഉത്തരം അവരെ നശിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 72. സാമുവൽ എങ്ങനെ വളർന്നു വന്നു എന്നാണ് 2:26 പറയുന്നത്? ഉത്തരം ബാലനായ സാമുവൽ കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 73. ആരാണ് ഏലിയുടെ അടുക്കൽ വന്ന് പറഞ്ഞത്? കർത്താവ് അയച്ച ആൾ. ക്വസ്റ്റ്യൻ നമ്പർ 74. നിന്റെ പിതാവിന്റെ കുടുംബം ഈജിപ്തിൽ ആർക്ക് അടിമകളായിരുന്നു എന്നാണ് കർത്താവ് അയച്ച ആൾ ഏലിയുടെ അടുക്കൽ വന്ന് പറഞ്ഞത്? ഉത്തരം ഫറവോയുടെ ഭവനത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 76. നിന്റെ പിതാവിന്റെ കുടുംബത്തിന് ഞാൻ എപ്പോഴാണ് എന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 77. എന്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എന്റെ മുമ്പിൽ ഏഫോദ് ധരിക്കാനും എവിടെ നിന്നാണ് ഞാൻ പുരോഹിതനെ തിരഞ്ഞെടുത്തത്? ഉത്തരം ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 78. എന്തിനെല്ലാമാണ് ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഞാൻ പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തത്? ഉത്തരം എന്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എന്റെ മുൻപിൽ ഏഫോദ് ധരിക്കാനും. ക്വസ്റ്റ്യൻ നമ്പർ 79. ഇസ്രായേൽ മക്കൾ ഏത് ബലിക്ക് അർപ്പിച്ചതെല്ലാമാണ് നിന്റെ പിതൃഭവനത്തിന് ഞാൻ കൊടുത്തത്? ഉത്തരം ദഹനബലിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 80. ദഹനബലിക്ക് ആരർപ്പിച്ചതാണ് ഞാൻ നിന്റെ പിതൃഭവനത്തിന് നൽകിയത്? ഉത്തരം ഇസ്രായേൽ മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 81. ദഹനബലിക്ക് ഇസ്രായേൽ മക്കൾ അർപ്പിച്ചതെല്ലാം ഞാൻ ആർക്കാണ് നൽകിയത്? ഏലിയുടെ പിതൃഭവനത്തിന്. ഉത്തരം ഏലിയുടെ പിതൃഭവനത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 82. എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള എന്തിലേക്കെല്ലാമാണ് നീ ആർത്തിയോടെ നോക്കുന്നത്? ഉത്തരം ബലികളിലേക്കും കാഴ്ചകളിലേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 83. ആര് എനിക്ക് അർപ്പിച്ച സകല ബലികളുടെയും വിശിഷ്ട ഭാഗമാണ് നിങ്ങൾ തിന്നുകൊഴുത്തത്? ഉത്തരം എന്റെ ജനം. ക്വസ്റ്റ്യൻ നമ്പർ 84. എന്റെ ജനം എനിക്ക് അർപ്പിച്ച സകല ബലികളുടെയും എന്താണ് നിങ്ങൾ തിന്നുകൊഴുത്തത്? ഉത്തരം വിശിഷ്ട ഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 85. എന്നേക്കാൾ കൂടുതൽ ഏലി ആരെ ബഹുമാനിക്കുന്നുവെന്നാണ് ദൈവം അയച്ച ആൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം നിന്റെ മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 86. എന്നേക്കാൾ കൂടുതൽ എന്തിന് നീ നിന്റെ മക്കളെ ബഹുമാനിക്കുന്നു? ആര് ആരോട് ചോദിച്ചത്? ഉത്തരം കർത്താവ് പുരോഹിതനായ ഏലിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 87. നിന്റെയും നിന്റെ പിതാവിന്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഇങ്ങനെ പറഞ്ഞത് ആര്? ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 88. കർത്താവ് ഏലിയോട് എങ്ങനെയുള്ളവരെ ഞാൻ ആദരിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം എന്നെ ആദരിക്കുന്നവനെ. ക്വസ്റ്റ്യൻ നമ്പർ 89. കർത്താവ് ഏലിയോട് എങ്ങനെയുള്ളവരെ ഞാൻ നിന്ദിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം എന്നെ നിന്ദിക്കുന്നവരെ ഞാനും നിന്ദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 90. ആരുടെയൊക്കെ ശക്തിയാണ് വാർദ്ധക്യത്തിലെത്താൻ കഴിയാത്ത വിധം ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത്? ഉത്തരം ഏലിയുടെയും പിതൃകുടുംബത്തിന്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 91. എന്ത് കണ്ടാണ് നിങ്ങൾ അസൂയാലുക്കളും അസ്വസ്ഥരുമാകും എന്ന് കർത്താവ് പറയുന്നത്? ഉത്തരം ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 92.
ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്താകുമെന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം, നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും. ക്വസ്റ്റ്യൻ നമ്പർ 93. ഏലിയുടെ കുടുംബത്തിൽ എങ്ങനെയുള്ളവരായി ഇനി ആരും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, പ്രായം ചെന്നവരായി. ക്വസ്റ്റ്യൻ നമ്പർ 94. എവിടെ നിന്ന് നിങ്ങളിൽ ഒരുവനെ ഞാൻ വിച്ഛേദിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, ബലിപീഠത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 95. കണ്ണീരുകൊണ്ട് അവന്റെ ഡാഷ് മങ്ങുകയും ഡാഷ് ഉരുകുകയും ചെയ്യും. കണ്ണീരുകൊണ്ട് അവന്റെ കണ്ണു മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 96. നിന്റെ സന്താനങ്ങൾ ഡാഷിനിരയാകും. ഉത്തരം, വാളിനിരയാകും. ക്വസ്റ്റ്യൻ നമ്പർ 97. ആരെല്ലാമാണ് ഒരേ ദിവസം തന്നെ മരിക്കുമെന്ന് കർത്താവ് ഏലിയോട് പറയുന്നത്? ഉത്തരം, ഏലിയുടെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും. ക്വസ്റ്റ്യൻ നമ്പർ 98. എനിക്ക് വേണ്ടി എങ്ങനെയുള്ള പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം, വിശ്വസ്തനായ ഒരു പുരോഹിതനെ. ക്വസ്റ്റ്യൻ നമ്പർ 99. എനിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം, എൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 100. എനിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ എവിടെയാണ് നിത്യവും ശുശ്രൂഷ ചെയ്യുന്നത്? ഉത്തരം, അഭിഷക്തന്റെ സന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 101. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ എന്തിനു വേണ്ടി അവനോട് യാചിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം, ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 102. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ആരോടാണ് ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി യാചിക്കുന്നത്? ഉത്തരം, എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന എൻ്റെ വിശ്വസ്തനായ പുരോഹിതനോട്. ക്വസ്റ്റ്യൻ നമ്പർ 103. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ എന്ത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവരോട് യാചിക്കുന്നത്? ഉത്തരം, ഒരു കഷ്ണം അപ്പം ലഭിക്കുന്നതിന് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 104. ഒരു കഷ്ണം അപ്പം ലഭിക്കുന്നതിന് എന്ത് ജോലിക്ക് വിളിക്കാനാണ് നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ യാചിക്കുന്നത്? ഉത്തരം, ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 105. 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 2-ാം അധ്യായത്തിൽ 36 വാക്യങ്ങൾ. നന്ദി, നമസ്കാരം.